Hi students, welcome back to a lecture series of quantum mechanics. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കോംപ്റ്റൺ ഇഫക്റ്റ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു, ഫോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള സ്കാറ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ആ സ്കാറ്ററിങ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കൺസർവേഷൻ ലോസ് ഉപയോഗിച്ചുകൊണ്ട് 3 ഇക്വേഷൻസ് എഴുതിയിരുന്നു. ആ 3 ഇക്വേഷൻസിൽ 4 അൺനോൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ആ 4 അൺനോൺസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനിലാണ് നമ്മൾ സഞ്ചരിച്ചിരുന്നത്. നമുക്ക് അവസാനം കിട്ടിയത് ഇക്വേഷൻ നമ്പർ 10 ആണ്. നമുക്ക് 3 കഴിഞ്ഞ ലെക്ചർ ഒന്ന് വീണ്ടും റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇക്വേഷൻ നമ്പർ 5 റിമെമ്പർ ചെയ്യേണ്ടത്, ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6, then ഇക്വേഷൻ നമ്പർ 7. ഇത് 3 കൺസർവേഷൻ ലോസ്, അതായത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും കൺസർവേഷൻ ഓഫ് എനർജിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതിയ എക്സ്പ്രഷൻസ്. അതിൽ 4 അൺനോൺസ് ഉണ്ടായിരുന്നു. ആ 4 അൺനോൺസിൽ നമ്മൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ നമ്പർ 6 വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയിട്ട് ഇക്വേഷൻ നമ്പർ 7 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 10 നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. p², അതായത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റമാണിത്, സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റമാണ്. p' എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റമാണ്. p എന്ന് പറയുന്നത് ഈ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റമാണ്. തീറ്റ എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആംഗിളാണ്. സോ വി ഗോട്ട് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്: p² p'² പ്ലസ് p² പ്ലസ് -2pp' cos തീറ്റ. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആയിരുന്നു. നമുക്ക് വീണ്ടും ഒന്ന് അതിൽ നിന്ന് ഇക്വേഷനും ഇതവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ നമ്പർ 5 എടുക്കുക. ഇക്വേഷൻ നമ്പർ 5 നിന്ന് ഇക്വേഷൻ നമ്പർ 5 ഓർമ്മയുണ്ടാവും. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയുടെ എക്സ്പ്രഷൻ ആയിരുന്നു. E എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി, MEc². മീൻസ് ദ റസ്റ്റിലിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണിൻ്റെ റസ്റ്റ് മാസ്. ഓക്കെ, പ്ലസ് ഇസ് ഈക്വൽ ടു E' പ്ലസ് EE എന്നാണ് നമ്മൾ എഴുതുന്നത്. സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ E എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജിയാണ്. E' എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ E പ്ലസ് MEc² മൈനസ് E' ഇസ് ഈക്വൽ ടു EE എന്ന് നമുക്ക് എഴുതാം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കണം നമുക്കൊരു റിസൾട്ട് അറിയാം. നമ്മുടെ എനർജിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതാറുള്ളത്: EE² ഇസ് ഈക്വൽ ടു PE²C² പ്ലസ് ME²C⁴. ഇത് റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പ്രഷനാണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജി, P എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം, ME എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ റസ്റ്റ് മാസ്. അങ്ങനെയുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറുണ്ട്: E² ഇസ് ഈക്വൽ ടു P²C² പ്ലസ് M02C⁴. You just refer special theory of relativity, then you will get you can find out this expression. ഈ എക്സ്പ്രഷൻ ഇങ്ങനെ E² നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 5 ഒന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ക്വയറിംഗ് ഇക്വേഷൻ നമ്പർ 5 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ E² we can write E plus MEc² minus E' whole square is equal to EE² is equal to PE²C² plus ME²C⁴. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 11 എന്ന് നമുക്ക് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 10 കിട്ടി, ഇക്വേഷൻ നമ്പർ 11 കിട്ടി. ഇക്വേഷൻ നമ്പർ 10 നിന്ന് PE² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ PE² ഫ്രം 10 ഇക്വേഷൻ നമ്പർ 11. അപ്പോൾ എന്ത് കിട്ടും? സോ ദ റിസൾട്ട് വിൽ ബി E പ്ലസ് MEc² minus E' whole square is equal to C² into P'² plus P² minus 2P P' cos theta
പ്ലസ് എം ഇ സ്ക്വയർ സി റേസ് ടു 4. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. രണ്ട് സൈഡിലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ആ ഫോമിലാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2c എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇ സ്ക്വയർ പ്ലസ് എം ഇ സ്ക്വയർ സി റേസ് ടു 4 പ്ലസ് ഇ പ്രൈം സ്ക്വയർ പ്ലസ് 2e എം ഇ സി സ്ക്വയർ മൈനസ് 2e പ്രൈം ഇ മൈനസ് 2 എം ഇ സി സ്ക്വയർ ഇ പ്രൈം. ഇപ്പം LHS കഴിഞ്ഞു കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ പി പ്രൈം സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2p പി പ്രൈം സി സ്ക്വയർ കോസ് തീറ്റ പ്ലസ് എം ഇ സ്ക്വയർ സി റേസ് ടു 4. ഇവിടെ രണ്ട് സൈഡിലും ഒരേപോലത്തെ ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. എം ഇ സ്ക്വയർ സി റേസ് ടു 4 ഇവിടെയുണ്ട്, ഇവിടെയും എം ഇ സ്ക്വയർ സി റേസ് ടു 4 ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞു. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് സി സ്ക്വയർ പി സ്ക്വയർ. ഇങ്ങനൊരു ടേം ഉണ്ട്. ഇ ഈസ് ഈക്വൽ ടു പി സി എന്ന് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ഇ ബൈ സി എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇ സ്ക്വയറും സി സ്ക്വയർ പി പ്രൈം സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും. നമുക്കിവിടെ അങ്ങനെ വെട്ടിയിടാം. ഓക്കെ, ദെൻ സി സ്ക്വയർ പി പ്രൈം സ്ക്വയർ അത് തന്നെയാണ് ഇ പ്രൈം സ്ക്വയർ. അപ്പം അതും വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ബാക്കി റിമൈനിങ് ടേംസ് ഒന്ന് എഴുതാം. So the remaining terms becomes (2e m e c square minus 2e e prime minus 2e prime m e c square is equal to minus of 2p p prime c square cos theta. ഓക്കെ, എല്ലാത്തിലും 2 ഉണ്ട്. സോ എല്ലാ 2ഉം വെട്ടിപ്പോയി. ഈ ഫസ്റ്റ് ടേമും തേർഡ് ടേമിനെയും ഒന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ഇ മൈനസ് ഇ പ്രൈം ഇൻറ്റു എം ഇ സി സ്ക്വയർ മൈനസ് ഇ ഇ പ്രൈം is equal to minus of p p prime c square cos theta. p എന്ന് പറയുന്നത് എത്ര വരും? ഇ ബൈ സി വരും. പി പ്രൈം എന്ന് പറയുന്നത് ഇ പ്രൈം ബൈ സി വരും. അപ്പം എന്തായി? ഈ സിയും വെട്ടിപ്പോയി, സി സ്ക്വയറും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഇ മൈനസ് ഇ പ്രൈം ഇൻറ്റു എം ഇ സി സ്ക്വയർ മൈനസ് ഇ ഇ പ്രൈം ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ പ്രൈം ഇൻറ്റു കോസ് തീറ്റ. സോ ദ റിസൾട്ട് വിൽ ബിക്കം ഇ മൈനസ് ഇ പ്രൈം എം ഇ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ഇ പ്രൈം ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. കാരണം ഈ മൈനസ് ഇ ഇ പ്രൈം ആർ എച്ച് എസിലേക്ക് പോകുമ്പോൾ പ്ലസ് ഇ ഇ പ്രൈം ആയി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എം ഇ സി സ്ക്വയറിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ഈ ഇ പ്രൈം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഇ പ്രൈം എന്ത് വരും? 1 by e prime minus 1 by e. LHS അങ്ങനെയായി. ഈ എം ഇ സി സ്ക്വയറിനെ ഡിനോമിനേറ്ററിലേക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
1 minus cos theta divided by me c square എന്ന്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇൻസിഡന്റ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള റിലേഷനാണ്. സോ ഹൗ വി ക്യാൻ കണക്ട് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് സ്കാറ്റേർഡ് ഫോട്ടോൺ എന്നുള്ളതാണ് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുള്ള റിലേഷനാണ്. നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ ടേംസ്, ഇപ്പോൾ എനർജിയുടെ ടേമില്ല, സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെയും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെയും എനർജിയുടെ ടേംസിലാണ് എക്സ്പ്രഷൻ ഇരിക്കുന്നത്. we have to change this in terms of the wavelengths of incident and scattered photon. അപ്പോൾ നമുക്കറിയാം E is equal to hc by lambda ആണ്. E പ്രൈം എന്ന് പറയുന്നതോ hc by lambda പ്രൈം ആണ്. അപ്പോൾ എന്തായി, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ലാംഡ പ്രൈം ഡിവൈഡഡ് ബൈ hc മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ hc is equal to 1 by me c square into 1 minus cos theta. So we can write lambda prime minus lambda is equal to hc by me c square into 1 minus cos theta. So we can write lambda prime minus lambda is equal to h by me into c into 1 minus cos theta. ഇതിന് ഇങ്ങനെ എഴുതാറുണ്ട്, ലാംഡ സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ലാംഡ സിനെ വിളിക്കുന്ന പേര്, ലാംഡ സി ഈസ് h by me c which is called Compton wavelength. എന്താണെന്ന് പിന്നെ പറയാം, Compton wavelength. ഈ ലാംഡ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ, സ്കാറ്റേർഡ് ഫോട്ടോന്റെ വേവ് ലെങ്ത് ആണ്. ലാംഡ എന്താ, ഇൻസിഡന്റ് ഫോട്ടോന്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കതിനെ ഡെൽറ്റ ലാംഡ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് കോംപ്റ്റൺ ഷിഫ്റ്റ് ഓർ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ബിറ്റ്വീൻ സ്കാറ്റേർഡ് ഫോട്ടോൺ ആൻഡ് ഇൻസിഡന്റ് ഫോട്ടോൺ. അപ്പോൾ കോംപ്റ്റൺ ഇഫക്റ്റ് പ്രകാരം നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ തിയറി ലൈറ്റിനെ ഒരു ഫോട്ടോണായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഒരു ഫോട്ടോണായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരും, ഈ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. അത് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പായിട്ട് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 13 എന്ന് കൊടുക്കും. സോ ഇക്വേഷൻ നമ്പർ 12ഉം 13ഉം കോംപ്റ്റൺ ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. രണ്ട് രീതിയിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലാംഡ സി എന്ന് പറയുന്നത് നമ്മൾ എന്താ വിളിച്ചത്, കോംപ്റ്റൺ വേവ് ലെങ്ത് ആണ് വിളിച്ചത്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. കോംപ്റ്റൺ വേവ് ലെങ്ത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, കാരണം എന്താ, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, എം ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് ആണ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 6.625 × 10⁻⁻34. ഇപ്പോഴത്തെ കൺവെൻഷനലി നമുക്കറിയുന്ന, ഇപ്പോഴത്തെ റിസർച്ച് പ്രകാരം നമുക്ക് എഴുതാവുന്ന ഇത്. എം ഇ എന്ന് പറഞ്ഞാൽ 9.1 × 10⁻31 കിലോഗ്രാം ആണ്. സി എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. So you will get a value which is equal to 0.002462 നാനോമീറ്റർ. അല്ലെങ്കിൽ 2.4 × 10⁻12 മീറ്റർ എന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് ഇസ് കോൾഡ് കോംപ്റ്റൺ വേവ് ലെങ്ത്. ദിസ് ഇസ് ഫോർ ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ കേസാണ് കേട്ടോ. ഇലക്ട്രോൺ ആണ് സ്കാറ്ററിങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ, കാരണം ഇലക്ട്രോണിൻ്റെ മാസമാണ് നമ്മളിവിടെ കൊടുത്തത്, കോംപ്റ്റൺ വേവ് ലെങ്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. 1/e പ്രൈം മൈനസ് 1/e ഈസ് ഈക്വൽ ടു 1/me c square into 1 minus cos theta, or lambda prime minus lambda is equal to h/me into c into 1 minus cos theta.
നിങ്ങൾക്ക് കാണാൻ സാധിക്കും എച്ച് ബൈ എം ഇ സി എന്ന് പറയുന്നതൊരു കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ് വരുന്നത്. ഓക്കെ, കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? കോസ് തീറ്റയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. കോസ് തീറ്റ വാല്യൂ എന്ന് പറയുന്നത് -1 +1 ഇടയിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് വാല്യൂ വന്നാലും പോസിറ്റീവ് വാല്യൂ വന്നാലും മാക്സിമം വാല്യൂ എത്രയാണ് വരിക? 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് -1 എന്ന് പറയുമ്പോൾ +2 വരും. അല്ലെങ്കിൽ 1 മൈനസ് കോസ് തീറ്റയുടെ വാല്യൂ 1 വരുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ RHS എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവാണ്. സോ ലാംഡ പ്രൈം ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ. ഓക്കെ, that means E prime is equal to hc by lambda ആണ്. ലാംഡ പ്രൈം ആണ്. E എന്ന് പറയുന്നത് hc by lambda ആണ്. So E minus E prime is always positive. That means scattered photon has got less energy compared to the incident photon. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സ്കാറ്ററിംഗിൽ ഒരു പർട്ടിക്കുലർ എനർജി ആയിട്ട് വരുന്ന ഫോട്ടോൺ ഇലക്ട്രോണുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഈ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജീനേക്കാളും കുറവായിരിക്കും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എഴുതാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്കാറ്റേർഡ് ഫോട്ടോൺ ഹാസ് ലെസ് എനർജി. ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ലെസ് എനർജി ദാൻ ഇൻസിഡന്റ് എനർജി incident photon energy. So E minus E prime is always positive, and this difference will corresponds to equal to kinetic energy of scattered electron. ഒരു ടോട്ടൽ സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, this difference will be that we will be discuss is later. Kinetic energy Ke എന്ന് നമ്മൾ എഴുതും. E minus mec². നമ്മൾ ഇനി ഇത് റെസ്റ്റ് എനർജിയാണ്. ഇത് E എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. Ke എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യും. തൽക്കാലം ഇത് ക്ലിയർ ആവും. E minus E prime is always positive. So lambda prime is greater than lambda. That means after scattering the wavelength will increase. Okay, ഒരു ചെറിയ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? മാത്രമല്ല നിങ്ങൾ ഈ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാംഡ പ്രൈം മൈനസ് ലാംഡ, അതായത് ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് h/mec ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ലാംഡ സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, തീറ്റ 0 ആണെന്ന് വിചാരിച്ചു. തീറ്റ 0 ആണെങ്കിൽ തീറ്റ 0 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ എക്സ്പെരിമെൻ്റ് കാരണം ഒരു ഫോട്ടോൺ ഇൻസിഡൻറ്റ് ഫോട്ടോൺ വരുന്നു, സ്കാറ്റർ ചെയ്തതിന് ശേഷവും അതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നു ഫോട്ടോൺ. സോ തീറ്റ 0. അപ്പോൾ ലാംഡ പ്രൈം മൈനസ് ലാംഡ എന്ന് പറയുന്നത് എത്ര വരും? h/me ഇൻറ്റു സി ഇൻറ്റു 1 മൈനസ് 0 അല്ലെങ്കിൽ 1 മൈനസ് കോസ് 0. കോസ് 0 എത്രയാണ്? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ലാംഡ പ്രൈം ഇസ് ഈക്വൽ ടു ലാംഡ. സോ തീറ്റ 0 ആണെങ്കിൽ ലാംഡ പ്രൈം എന്ന് പറയുന്നത് നോ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്. ഇനി ബാക്ക് സ്കാറ്ററിങ് നടന്നാലോ? അതായത് സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി എന്ന് വിചാരിച്ചു. ഒരു തരത്തിലുള്ള സ്കാറ്ററിങ് ബാക്ക് സ്കാറ്ററിങ് ആണ് നടന്നതെങ്കിൽ, അതായത് ഇടിച്ചതിന് ശേഷം ഫോട്ടോൺ ഇടിച്ചതിന് ശേഷം 180 ഡിഗ്രി റിഫ്ലക്ട് ചെയ്തു ബാക്ക് സ്കാറ്റർ. 0 തൊട്ട് 180 വരെയാണ് പോസിബിലിറ്റി തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, കോസ് 180 ഈസ് -1. So delta lambda is equal to lambda prime minus lambda is equal to h/
MEC into 1 minus 1 or 1 plus 1, that is equal to 2H by MEC. That is twice the Compton wavelength. Twice the Compton wavelength. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, കോംപ്റ്റൺ ഷിഫ്റ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ട് ലാംഡാസി വരെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ maximum change in Compton, maximum change in the wavelength of the wavelength of the scattered photon, wavelength of the photon is 2 lambda c when theta is equal to 180 degree. So we can write that change in wavelength ranges from 0 to 2 lambda c. Clear? അപ്പോൾ അതാണ് മാക്സിമം ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ കോംപ്റ്റൺ വേവ്ലെങ്ത്തിനെ ലാംഡാ സി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ വളരെ ലളിതമാണ്. എങ്ങനെ ലാംഡാ സിനെ ഡിഫൈൻ ചെയ്യാം? ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? ലാംഡ പ്രൈം മൈനസ് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം ഇ ഇൻറ്റു സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ലാംഡ സിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ലാംഡ സി വരണമെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് പൈ ബൈ 2 എടുക്കുക, കോസ് 90. അപ്പോൾ എത്ര വരും? കോസ് 90 0 വരും. അപ്പം എന്തായി? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ലാംഡ സി വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, delta lambda is equal to lambda c. So Compton wavelength can be defined, like Compton wavelength can be defined as the Compton shift. Compton wavelength can be, it is not the wavelength. Compton wavelength, it is not a wave, it is not the wavelength of an electron. Compton wavelength can be defined as Compton shift when electron, when the scattering angle is pi by 2. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് കോംപ്റ്റൺ വേവ് ലെങ്ത്, എന്താണ് കോംപ്റ്റൺ ഷിഫ്റ്റ്, കോംപ്റ്റൺ ഷിഫ്റ്റ് എങ്ങനെ സംഭവിക്കുന്നു, വേവ് ലെങ്ത്തിനുണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, എനർജിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. നമുക്ക് ഇനിയൊന്ന് ഫ്രീക്വൻസിയുടെ ടേംസിലും കൂടി ഇതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഫ്രീക്വൻസിക്ക് എത്രത്തോളം ചേഞ്ച് വരും, ഫ്രീക്വൻസി ഷിഫ്റ്റ് ആ രൂപത്തിൽ ഈ എക്സ്പ്രഷനെ, കോംപ്റ്റൺ ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ലളിതമാണ്. 2 രീതിയിൽ ചെയ്യാം. എനർജിയുടെ എക്സ്പ്രഷനിൽ നിന്ന് നേരിട്ട് ഫ്രീക്വൻസി ഷിഫ്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ വേവ് ലെങ്ത് ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന്, അതായത് നമ്മൾ ഇക്വേഷൻ നമ്പർ 12 13 ഉണ്ട്, ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷനിലേക്ക് വരാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇക്വേഷൻ നമ്പർ 13 തൽക്കാലം എടുക്കാം. ലാംഡ പ്രൈം മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം ഇ ഇൻറ്റു സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ഇങ്ങനെ എഴുതാം. നമുക്കറിയാം ഫ്രീക്വൻസി, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എഫ് എന്ന് എഴുതാം. അപ്പോൾ അത് സി ബൈ ലാംഡയാണ്. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ഇത് ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയാണ്, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയാണ്. സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എഫ് പ്രൈം എഴുതാം, ദാറ്റ് ഈസ് സി ബൈ ലാംഡ പ്രൈം, സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ലാംഡ പ്രൈം മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ സി ബൈ എഫ് പ്രൈം മൈനസ് സി ബൈ എഫ് is equal to h by m e into c into 1 minus cos theta. ഓക്കെ, അപ്പോൾ ആ സീനെ നമുക്കൊന്ന് RHS എടുക്കുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 by f prime minus 1 by f is equal to h by
me c square into 1 minus cos theta. Okay. നമുക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ലാംഡ പ്രൈം മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു 2 ലാംഡ സി then theta is equal to 180 degree എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുത്തു. ലാംഡ സി ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 0.002462 നാനോമീറ്റർ. അത് ഇക്വേഷൻ നമ്പർ 14 എന്ന് കൊടുക്കുക. 13 വരെയാണ് എഴുതിയത്. ഇത് ഇക്വേഷൻ നമ്പർ 14, ഇത് ഇക്വേഷൻ നമ്പർ 15. Now this is equation number 16. Okay. ഒന്നുകൂടി വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എൽ സി എടുത്താൽ എഫ് പ്രൈം ഡിവൈഡഡ് ബൈ എഫ് പ്രൈം എഫ് മൈനസ് എഫ് പ്രൈം ഡിവൈഡഡ് ബൈ എഫ് പ്രൈം ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം ഇ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ കോംപ്റ്റൺ ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷനാണ്. കോംപ്റ്റൺ ഷിഫ്റ്റ് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്കറിയാം ലാംഡ പ്രൈം ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡയാണ്, ഇ പ്രൈം ഈസ് ലെസ് ദാൻ ഇ ആണ്. സോ എഫ് പ്രൈം ഈസ് ലെസ് ദാൻ എഫ് ആണ്. അതായത് ഫ്രീക്വൻസി ഷോർട്ടർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോവർ ഫ്രീക്വൻസിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഗ്രേറ്റർ വേവ് ലെങ്ത്തിലേക്കാണ് സ്കാറ്റേർഡ് ഫോട്ടോ കൊണ്ട് സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി നമുക്കൊരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ഈ സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്കാറ്റേർഡ് ഫോട്ടോൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് സ്കാറ്റേർഡ് ഫോട്ടോൻ്റെ എനർജി ഡിഫറൻസ്, ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ എനർജിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ വേവ് ലെങ്ത്തിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, ഇൻസിഡൻറ്റ് ഫോട്ടോൻ്റെ ഫ്രീക്വൻസിയിൽ നിന്ന് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, ഏത് ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യുന്നത്, സ്കാറ്റേർഡ് ഫോട്ടോൺ ആ തീറ്റ എന്ന് പറയുന്നു റെപ്രസെൻറ്റ് ചെയ്തു. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ ആണ്. ഞാൻ ഫിഗർ ഒന്നും കൂടി വരയ്ക്കാം. ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ വരുന്നു, സ്കാറ്റർ ചെയ്ത് പോകുന്നു. സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ പോകുന്നു. ഇത് തീറ്റ എന്ന് പറയുന്നു, ഇത് ഫൈ ആണ്. അപ്പോൾ നമ്മളിത് ഇ പി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്, ഇ പ്രൈം പി പ്രൈം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ പി ഇ ഇ എന്നാണ് എഴുതിയത്. ഇതെന്താ ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എനർജി ഐൻസ്റ്റീൻ്റെ റിലേഷൻ പ്രകാരം നമ്മൾ എന്താ എഴുതാം? എം സി സ്ക്വയർ. എം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മാസ് ആണ്. റസ്റ്റ് എനർജി എത്രയാണ്? റസ്റ്റ് എനർജി എന്ന് പറയുന്നത് റസ്റ്റ് മാസ് ഇൻറ്റു സി സ്ക്വയർ. ഇപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാസ് ഇൻറ്റു സി സ്ക്വയർ, ഡെൽറ്റ എം സി സ്ക്വയർ എന്നൊക്കെ എഴുതും. എം മൈനസ് എം ഇ ഇൻറ്റു സി സ്ക്വയർ. നമുക്കിവിടെ കെ ഇ എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ വളരെ ലളിതമായിട്ട് കെ ഇ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കെ ഇ പ്ലസ് എം ഇ സി സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. അതാണ് നമ്മളിവിടെ ഇ ഇ എന്ന് എഴുതിയത്. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. ഇ ഇ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് റസ്റ്റ് മാസ് എനർജി എം ഇ സി സ്ക്വയർ. ഓക്കെ, അത് റിലേറ്റിവിറ്റി എന്ന് കിട്ടുന്ന റിസൾട്ടാണ്. നമ്മൾ അവസാനം കോപ്റ്റൺ ഷിഫ്റ്റിൻ്റെ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എഫ് പ്രൈം അല്ലെങ്കിൽ എഫ് മൈനസ് എഫ് പ്രൈം ഡിവൈഡഡ് ബൈ എഫ് പ്രൈം എന്ന് പറയുന്ന റിലേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇക്വേഷൻ നമ്പർ 17. അതിന് മുമ്പിലത്തെ ഇക്വേഷൻ 1/f ആയിട്ട് എഴുതിയതാണ് ഇക്വേഷൻ നമ്പർ 16. ഇത് ഇക്വേഷൻ നമ്പർ 17. ഇത് ഇക്വേഷൻ നമ്പർ 18 എന്ന് കൊടുക്കുക. ഈ 18 എടുത്തിട്ട്
നമ്മളുടെ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 എന്താ? ഇ പ്ലസ് എം ഇ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ പ്രൈം പ്ലസ് ഇ. ഇ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇ പ്രൈം പ്ലസ് കെ ഇ പ്ലസ് എം ഇ സി സ്ക്വയർ. അപ്പോൾ ഈ എം ഇ സി സ്ക്വയറും എം ഇ സി സ്ക്വയറും വെട്ടിപ്പോയി. മറ്റൊരു രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. കെ ഇ ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ പ്രൈം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫോട്ടോൺ വരുന്നു, ഒരു ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, സ്കാറ്റേർഡ് ഫോട്ടോൺ പോകുന്നു. ഇതിൻ്റെ എനർജി ഇ, ഇതിൻ്റെ എനർജി ഇ പ്രൈം ആണെങ്കിൽ സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇ മൈനസ് ഇ പ്രൈം ആണ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ വീണ്ടും റെപ്രസെൻറ്റ് ചെയ്തത്. സോ ദ കൈനറ്റിക് എനർജി ഓഫ് ദ സ്കാറ്റേർഡ് ഇലക്ട്രോൺ, kinetic energy of the scattered electron can be calculated from the difference between energies of incident and scattered photon. വളരെ ലളിതമാണ്. ഇപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ അതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി റിക്വയർഡ് ബൈ ദ ഇലക്ട്രോൺ നമുക്ക് കിട്ടി. ദെൻ വൺ മോർ തിങ്, നമുക്ക് ഫൈ കണ്ടുപിടിക്കണം. ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമുക്ക് മുമ്പ് എഴുതിയ ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ഇക്വേഷൻ നമ്പർ 9 ഓർമ്മയുണ്ടാവും, ഇക്വേഷൻ നമ്പർ 10 ഓർമ്മയുണ്ടാവും. ഇക്വേഷൻ നമ്പർ 9 മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. ഇക്വേഷൻ നമ്പർ 9 എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ നിന്ന് നമ്മൾ എഴുതിയ പി പ്രൈം സൈൻ തീറ്റ ഈക്വൽ ടു പി ഇ സൈൻ ഫൈ. അല്ല, ഇക്വേഷൻ നമ്പർ 8 എടുക്കുക. ഇക്വേഷൻ നമ്പർ 8 നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ എഴുതിയിട്ടുള്ളതാണ്. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൽ നിന്ന് തന്നെ, അതായത് പി ഇ കോസ് ഫൈ, Pe cos phi is equal to P minus P prime sin theta. Sorry, sin theta അല്ല, cos theta. ഓക്കെ, അപ്പോൾ ഒന്നിന് പി സൈൻ ഫൈ ആണ്, ഒന്ന് പി ഇ കോസ് ഫൈ ആണ്. ഒന്ന് ഡിവൈഡ് ചെയ്താലോ? ഇക്വേഷൻ നമ്പർ 9 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 8 എന്ത് വരും? പി സൈൻ ഫൈ ബൈ പി ഇ കോസ് ഫൈ എത്ര വരും? ടാൻ ഫൈ വരും. ടാൻ ഫൈ ഇസ് ഈക്വൽ ടു പി പ്രൈം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി മൈനസ് പി പ്രൈം കോസ് തീറ്റ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ സ്കാറ്റേർഡ് ഇലക്ട്രോണിൻ്റെ ആംഗിൾ, ഏത് ആംഗിളിലാണ് സ്കാറ്റർ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റവും ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റവും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ ആംഗിൾ അറിഞ്ഞാൽ മതി. ഫോട്ടോണിൻ്റെ ടേംസിൽ നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇനി പിയുടെ രൂപത്തിൽ എഴുതണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ, എനർജിയുടെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സോ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു പി പ്രൈം എന്നുള്ളതിന് പകരം ഇ പ്രൈം ഡിവൈഡഡ് ബൈ സി എന്ന് കൊടുക്കുക ഇൻറ്റു സൈൻ തീറ്റ is equal to P E divided by C minus E prime divided by C into cos theta. അപ്പോൾ എന്തായി? സി 2 കിലും വെട്ടിപ്പോയി. ഇ പ്രൈം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇ മൈനസ് ഇ പ്രൈം കോസ് തീറ്റ. വളരെ ലളിതമായി നിങ്ങൾക്ക് സ്കാറ്ററിങ് ഇലക്ട്രോണിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ, ഏത് ആംഗിളിലാണ് ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെയും സ്കാറ്റേർഡ് ഫോട്ടോണിൻ്റെ എനർജിയും ആ സ്കാറ്ററിങ് ആംഗിളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ ലളിതമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇക്വേഷൻ നമ്പർ 20 എന്ന് കൊടുക്കുക. നമ്മൾ 18 എഴുതിയിട്ടുണ്ടായിരുന്നു. കെ ഇ ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ പ്രൈം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇക്വേഷൻ നമ്പർ 19 എന്ന് കൊടുക്കുക. സോ ദിസ് ബിക്കം ഇക്വേഷൻ നമ്പർ 20. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ഡിസ്കസ് ചെയ്തു. ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ ഒരു ഫോട്ടോണായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ കോംപ്റ്റൺ സ്കാറ്ററിങ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോംപ്റ്റൺ സ്കാറ്ററിങ്ങിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ അനലൈസ് ചെയ്യാം.
എന്നിട്ട് ഈ തിയറി വെച്ചിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പയറബിൾ ആണോ, ഈ തിയറി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനെ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. കോംപ്റ്റൺ ഷിഫ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്ത കോംപ്റ്റൺ ഷിഫ്റ്റും കാൽക്കുലേറ്റ് ചെയ്ത കോംപ്റ്റൺ ഷിഫ്റ്റും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും എന്ത്, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്തായിരിക്കും, അതായത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഒന്നും കൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫോട്ടോൺ കൺസെപ്റ്റ് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.